തള്ളയുടെ തള്ളു തുടങ്ങി. ഷോ, മഴ അങ്ങോട്ട് നിൽക്കുന്നില്ല. എന്നാ ഒരു മഴയല്ലയോ. സത്യമാ സാർ, ഒരു കാര്യം പോലും മര്യാദയ്ക്ക് നടക്കില്ല. സത്യം. സർ, മാം, കോഫി, ടീ. താങ്ക് യു. വെൽക്കം സർ. സാറെന്ത് പറ്റി കോഫി ഓർഡർ ചെയ്തത്? മഴയത്ത് കോഫിയാ സുഖം. ഹലോ മിസ്റ്റർ ഡാനി, താങ്കൾ വളർന്നു വരുന്നൊരു ബിസിനസ്മാൻ ആണെന്നറിയാം. സോ 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 ബാ ചെവിയിൽ പറയാം. സ്വാഭാവികം. കുടുംബത്തിൽ കയറൊന്നും വേണ്ടേ, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓ, സാർ അന്വേഷിക്കാൻ ഇറങ്ങി തന്നോ? അല്ല, ബോധിപ്പിച്ചെന്നേ ഉള്ളൂ. താങ്കളുടെ വരുത്തുപോക്കൊന്ന് കുടുംബത്തെ അറിയിച്ചായിരുന്നാലേ ബാക്കിയുള്ളവന് സ്വസ്ഥതയാകുമായിരുന്നു. എന്നതാടാ കോപ്പേ? സോറി രാധിക. ഇറ്റ്സ് ഓക്കെ സാർ. നീ എന്നാ തന്നെയാണോടാ കോപ്പേ ഫാർമസി പോയി കിടക്കുന്നേ? സോറി രാധിക. ഇറ്റ്സ് ഓക്കെ സാർ. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ വിളിച്ചേ. നേരത്തെ പറഞ്ഞാൽ നീ മുങ്ങോന്ന് എനിക്കറിയാം. എന്നോടോ കോപ്പിന്റെ കുടുംബത്തിൽ കയറാത്തെ? എടാ ബെന്നിച്ചായ, അത് എടാ കോപ്പേ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. അല്ല, ഞാൻ എറണാകുളത്ത് വരും, നീ എങ്ങനെ അറിഞ്ഞേ? എബി പറഞ്ഞു നീ എന്നെ പൊക്കണോന്ന് പറഞ്ഞു. എബിച്ചായൻ എങ്ങനെയാ സാർ? അത് ഇന്നലെ എവിൻ സാർ എന്നോട് ചോദിച്ചായിരുന്നു. ഡാനി സാറിന്റെ ഷെഡ്യൂൾ ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞത് ഇന്നത്തെ മീറ്റിങ്ങിന്റെ കാര്യം. എടി രാധികേ, സോറി സാർ. നീ എന്നോടിത് അപ്പൊ എങ്ങനാ നമ്മൾ വീട്ടിലോട്ട് വിടുന്നു? എടാ പിന്നെ ചെയ്യാ, അത് നടക്കുകയല്ല. ഞാനിപ്പോ അങ്ങോട്ടില്ല. ഡാനിക്കോപ്പേ, ഒരുമാതിരി തുടിഞ്ഞ വർത്താനം പറയല്ലേ. സോറി രാധിക. ഓ, ഇറ്റ്സ് ഓക്കെ സാർ. ഇത് കുറെ നേരമായല്ലോ, നീ എന്നത്തിന് അവളോട് സോറി ചോദിക്കുന്നേ? അല്ല, ഒരു റെസ്പെക്റ്റ്, ഫോർമാലിറ്റി, അങ്ങനെ. ഓ കോപ്പ്, അവള് കേക്കത്തല്ലയോ? പാവം, കുറെ വർഷമായിട്ട് അത് അനുഭവിച്ചോണ്ടിരിക്കുവല്ലയോ? അല്ല, സാറ് പാവാ. അയ്യോ, പെയ്ഡ് വർക്കാണോടാ ഡാനി? അല്ല, ഇത്രയും വലിയ നുണയൊക്കെ പറയാനുള്ള ശമ്പളം കൂടി ഇവൻ തരുന്നുണ്ടോ? നുണ പറയാൻ മാത്രമല്ലടാ, കൊട്ടേഷന് ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്ന് രാധിക കുഞ്ഞെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ അവന്റെ ചേട്ടച്ചായ, സ്ഥാനം കൊണ്ട് പ്രായം കൊണ്ട് ഒന്ന നാക്കുകൊണ്ടേ അവൻ എന്റെ മൂത്താപ്പയാ. എടാ ബെനിച്ചായ, നീ വിട്ടോടാ, ഞാൻ വീട്ടിലോട്ട് വിളിച്ചോളാന്ന്. എബിച്ചാനോടല്ലയോ ഞാൻ പറഞ്ഞോളാം കാര്യമൊക്കെ. അല്ലറ ചില്ലറ പരിപാടിയുണ്ടേ, അതങ്ങ് തീർത്തേച്ചാവുമ്പോൾ സമാധാനമുണ്ട്. എൻ്റെ ഭർത്താവേ, ഞാൻ ഇനി എല്ലാത്തിനോടും പറയണം. ഇനി എല്ലാം കൂടെ എൻ്റെ തലയിലോട്ടായിരിക്കും കുതിര കയറുന്നത്. നീ എന്നാട് അവനെയും കൂട്ടിക്കൊണ്ട് വരാഞ്ഞേന്ന് ചോദിച്ചിട്ട്. എന്നാന്നേലും ഞാൻ എബിച്ചനോട് കാര്യം പറഞ്ഞേക്കാം. നീ എപ്പോഴാന്ന് വെച്ചാൽ വേഗം തിരിച്ചു പോകണം, കേട്ടല്ലോ. സമയം എന്നാടാ? 11:30. 11:30യോ? ഇവിടെ നിൽക്കുവന്നല്ലേ. വൈകിട്ട് ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചില്ലായിട്ട് പോകാടാ. എൻ്റെ പൊന്നടാ ബെന്നിച്ചായ, ഇപ്പം അതിനൊന്നും പറ്റിയ മൂഡിലൊന്നുമല്ല. നമ്മുടെ ബാംഗ്ലൂർ പാർട്ടി ഇല്ലയോ പീറ്റർ, അവനുമായിട്ടൊന്ന് ഉരസി സെറ്റായിട്ടിരിക്കുക. സെറ്റാക്കി. മനസ്സിലായി. അവൻ നോവയ്ക്ക് കൊടുത്തില്ലയോടാ പ്രോജക്റ്റ്? അവന് കൊടുക്കും. അതാ ഞാൻ ആലോചിച്ചേ, നിന്റെ കയ്യിലെത്തിയ സാധനം എങ്ങനെ നോവയ്ക്ക് പോയെന്ന്. അവന്മാർ കിടന്ന് തുഴയട്ടെ, പള്ളിയിൽ കിടന്ന് ചൊറിയുന്ന പോരാഞ്ഞിട്ട് അവന്മാർ പുറത്തും കൂടെ. പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ അവന്മാർക്ക് ഇച്ചിരി ചൊറിച്ചിൽ കുറയുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ. ഈ കിടന്ന് കാണിക്കുന്ന അഭ്യാസമൊക്കെ അത്രേ ഉള്ളന്നേ. ചൊറിച്ചിലല്ലേ, നമുക്ക് മാന്തി തന്നെ കൊടുക്കാം. കടിക്കുന്നുണ്ടേ, കടിയും കൂടെ തീർത്ത് കൊടുക്കാം. Sir, I'm Sarah from Chennai. Yes, sir, please. Sir, I'm graduated from Stella Maris College, Chennai. Okay, Sarah, continue. Sir, I'm really passionate and really love this company. Okay. Sarah, please wait outside. Sir. Okay, sir. എൻ്റെ കർത്താവേ, ഒരു സെക്കൻഡും കൂടെ കഴിഞ്ഞിരുന്ന അവളെ ഓട്ടിച്ച് ഞാൻ നിലത്തിട്ടേനെ. ഇതുപോലത്തെ കോപ്പിനകത്ത് എണ്ണങ്ങൾ ഡാനി പരന്നറി എനിക്കിട്ട് ഉണ്ടാക്കിയിട്ട് പോയേക്കോ. കോപ്പിനി എപ്പോൾ കഴിയാനാണ്? ഓ, എന്നാ ടൈമിങ്. എൻ്റെ പൊന്നു മമ്മി, എന്നെ കൊണ്ട് മേല ഈ കോപ്പിനകത്ത് പരിപാടി. എന്നെ ഏൽപ്പിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. സർ. വാ മമ്മി, ഒരു സെക്കൻഡ്. അശ്വതി, ഇപ്പോൾ ലാസ്റ്റ് വന്ന കുട്ടിയില്ലേ, അതിന് സ്ഥലം മാറിപ്പോയതാന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ അടുത്തെങ്ങാനും വല്ല ബാറോ ക്ലബ്ബോ കാണും, അവിടെ എങ്ങാനും വേക്കൻസി ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ടേര് ഇപ്പം തന്നെ.
ഓക്കെ സർ. എന്നതാടാ ഈ പറയുന്നേ? ഏത് കൊച്ചിനെ വാറി വിടുന്ന കാര്യം നീ പറയുന്നേ? ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവുകയല്ല മമ്മി, നേരിട്ട് ഞാൻ കാണിച്ചു തരാം. ഓ, എന്നതാണോ എന്റെ കർത്താവേ? അല്ല, തലതിരിഞ്ഞോ പോയിട്ട് വിളിച്ചോ? ദേ മമ്മി, ഞാൻ മുള്ളേ നിൽക്കുമ്പോൾ കോപ്പൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞാല എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും കേട്ടോ. അതന്നാടാ, മുള്ളുകൊള്ളാൻ നീ ഷൂ ഒന്നും ഇട്ടിട്ടില്ലയോ? എൻ്റെ പൊന്നു മമ്മി, ആ ഊള കോമഡി കൊണ്ട് കുക്കറിലിട്ട് വേവിച്ച് വല്ലതും തിന്നാൻ നോക്ക്. എനിക്ക് വയ്യ മമ്മി, ഇനി ഉണ്ട് 10-15 എണ്ണം. സാരമില്ല ബിക്കുട്ടാ, ഇന്നൊരു ദിവസമല്ലയോ, പിന്നൊക്കെ പപ്പ അങ്ങ് നോക്കിക്കോളും. സാരമില്ല, പോട്ടെ, എന്റെ കൊച്ചു വിഷമിക്കാതെ. ശരി, വെക്ക്. സർ, യെസ്. നെക്സ്റ്റ് കാൻഡിഡേറ്റ് വെയിറ്റിംഗ് ആണ്. യെസ്. അശ്വതി, കോൾ her chat to my cabin right now. അത് കഴിഞ്ഞേച്ചു മതി. ഓക്കെ സർ. ഫസ്റ്റ് ഇന്റർവ്യൂ സർ. അശ്വതി ചെല്ല. സർ, ഞാനും ഷിക മാമ. സെക്കൻഡ് സെക്ഷൻ ആരാണ് ഇന്റർവ്യൂ ചെയ്തത്? സർ, ഞാനാണ്. ഓക്കെ. നമ്പർ 1 ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. നമ്പർ 2 cultural adaptability, relevant work experience, education and certifications, teamwork and collaborations, problem solving skills, knowledge of laws and regulations, communication skills, personality, personality. മിസ് സേറ സക്രിയ, ഇതിലേത് ക്വാളിറ്റിയിലാണ് നിങ്ങൾ അവരെ സെലക്ട് ചെയ്തത്? ഐ ജസ്റ്റ് ക്യൂരിയസ്. Sir, Sarah, she's okay. She filled with qualities. Quality? What quality? Okay, tell me, what's your quality? Sir, തോന്നിയ ബസ്സിന് സ്റ്റാഫുകളെ എടുക്കാനാണോ നിങ്ങളെപ്പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോട് ജോലിക്ക് വെച്ചേക്കുന്നത്? sir, I don't understand. Oh, really? Okay. Today we are discussing about how to make a good staff for our company. I hope you are all taking notes. Really? Really? Wow, I'm so excited to discussing something special. How to seduce say enough. She's trying too hard. അതുകൊണ്ടാണ് നിങ്ങളുടെ കയറ്റി വിട്ടെ. No sir, she's well mannered and just some mistaken. പിന്നെ അവക്ക് എന്നെ കണ്ടപ്പോൾ സർ, ഞങ്ങൾ സംസാരിക്കാം. ഷീസ് വെരി ക്വാളിഫൈഡ്. എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് സർ ഇന്റർവ്യൂ ചെയ്യുന്നത്. 1 second രാധിക. സർ, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ചെല്ലിയല്ലേ, അതെനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം. ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. Sir, സർ. എന്നതായി സാറാമ്മേ? ആലിസമ്മ വന്നേ, ആ കൊച്ചിന്റെ മോന്ത ഒന്ന് കാണണമെന്ന്. ആ പെണ്ണത് എന്നെ ഉദ്ദേശിച്ച് ഇടിച്ചത്. മൂക്കിന്റെ പാലം അങ്ങനെ പോയായിരുന്നല്ലോ. എനിക്കറിയുകയില്ല, ഒരു സമാധാനം ഇല്ലാതെ സ്റ്റുഡിയോയിലോട്ട് കയറിയേ. എന്നിട്ടാ ചെറുക്കൻ എന്തിയേ? അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നേ. നമുക്കൊന്ന് പോയി കണ്ടേച്ചങ്ങ് വരാം. അല്ല, എന്നാ നടന്നേ? എന്നാ പറയാനാ? ഓ, അവൻ ആ കൊച്ചിനോട് പഞ്ഞൂട്ടായി നോക്കെ. ഇച്ചിരി പൊതു പിള്ളേരുടെ വായിന്നൊക്കെ ഇറങ്ങുന്ന കേട്ട പഞ്ഞിമുട്ടായി വരട്ടെ, വൈകിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഓ, എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. ഞാനല്ലയോ കേട്ടത് മൊത്തം. എന്റെ സാറേ, ഒന്ന് പെതുക്കെ. അല്ല, അച്ചാച്ചോട് പറഞ്ഞോ? അയ്യോ, നിന്റെ കച്ചാച്ച അങ്ങേരെ വിളിച്ചപ്പോൾ അങ്ങേരെ എൻ്റെ കൊച്ചിൻ്റെ പവറാണ്. എന്നതായാലും അവൻ ഇതും കൊണ്ട് നിർത്തിക്കോളും പഞ്ഞിമുട്ടായി തീറ്റി. എന്നാ സമയം കളയണ്ട, ഹോസ്പിറ്റലിൽ പോയി ആ കൊച്ചിന്റെ പേരൻസിനോട് സംസാരിക്കാം. ആന്നേ, പിന്നെ വീട്ടിൽ പോയോന്നും അറിയാലോ കേട്ടോ. ഞാൻ അഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് എന്നായാലും ആദ്യം ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകാം. എന്നാ ഇറങ്ങാം. ഇവച്ചി എന്നാ ഐഡി? അത് നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലേ. അപ്പം മമ്മി ഒന്നും പറഞ്ഞില്ലേ? മമ്മി ഒന്ന് തല പൊക്കിയതാ, പിന്നെ ഞാനത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത്. നിന്റെ മമ്മി അന്ന് വന്നേ അതോ? സാറാമിയാ വന്നേ. അയ്യോ, സാറാമി ടെററാ. നിങ്ങൾക്കറിയാത്തോണ്ടാ. എന്റെ മമ്മി എങ്ങനെ വരുന്നേ പ്രിൻസിപ്പളിന്റെ മുന്നിട്ട് എന്നെ നാണം കെടുത്തിയാനെ. ഇതാ ഒരു മമ്മിയെ പാടുള്ളൂ എന്ന് പറയുന്നേ. നിനക്ക് 2 മമ്മിയും 2 പപ്പന്മാരും അല്ലേ? നമ്മുടെ ടോപ്പിക്ക് ഇത് മാറിപ്പോന്നു പിള്ളാരെ. എന്നായാലും നീരജ് രക്ഷപ്പെട്ട്. അവൻ എന്നെ ഫേബാച്ചിന്ന് ലീവ്. അവന്റെ അനിയന് പനിയാന്ന്. അമ്മയുടെ കൂടെ ആശുപത്രി പോയേക്കോ അനിയനെയും കൊണ്ട്. അവനൊക്കെ എന്നാ ഭാഗ്യവാ. അനിയനുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാം. എപ്പോഴും ലീവാ. സത്യവാ. എടി, ഇവാശി എന്നേലും പ്രശ്നം ഉണ്ടാകുമോടി?
പാലക്കൽ ഇവാമറിയ മാത്യുവിന് എന്നെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും ഇവാമറിയോ അല്ലല്ലോ, നിനക്ക് നിന്റെ ചാച്ചന്മാരുണ്ട്. ആ, ചാച്ചൻ. എന്റെ ഈശോപ്പച്ച ചാച്ചൻ അറിഞ്ഞ വലിയ വിഷയമാകും. അവനോട് വാൻ പറ. ഒരു മിനിറ്റ്, ഒരുത്തന് ഞാൻ രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു. അവൻ എന്നിലെ റിപ്ലൈ തന്നോ നോക്കട്ടെ. അവന്റെ ഇമോജി. അവൻ അവളെ വിളിക്കാൻ മാത്രം നേരമുണ്ട്. ആ പരസേനെ പൊന്ന ഡാനിച്ചൻ വന്നില്ലേടി? മിനിഞ്ഞാന്ന് പോയതാ. എനിക്കാണെ ഭയങ്കര മിസ് ചെയ്യുന്നടി. ചാച്ചനാണ് എന്നോട് മിണ്ടത്തുപോലും ഇല്ല. എപ്പോഴും ബിസിയാ. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുക. പോട്ടെടി വാച്ചി. എടി ഇവ, നമുക്കിത് പറഞ്ഞ പോലെ ഏൻ സാറിനെ കാണാൻ പോകണ്ടേ? ഷോ, ഞാൻ എങ്ങനെയാണ് മമ്മിയോട് പറയുന്നേ? എല്ലാരും ദേഷ്യത്തിലാ. എടി ഇവ നമ്മൾ പോകാതിരുന്ന സാറിന് ഭയങ്കര വിഷമാകുവേ. മറ്റേ സ്റ്റാൻലിയൊക്കെ പോയെന്നറിഞ്ഞ്. എന്നാ ഞാൻ ചാച്ചനെ വിളിച്ച് ചോദിക്കട്ടെ? ശരി, അത് നല്ല ഐഡിയ. നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്യാം. നീ എന്നാ ഇപ്പൊ തന്നെ വിളിക്ക്, ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ. ചാച്ചൻ ജനുവിന്റെ കാര്യം അറിഞ്ഞു കാണുകയല്ല. അറിഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചാനെ. അതറിഞ്ഞു കാണത്തൊന്നുമില്ല, നീ വിളിക്ക്. ഹലോ ചാച്ചാ. ചാച്ചാ, എന്നതാടി ഞാൻ ബിസി ആയിവാ. അല്ല നീ ഇതെവിടാ വച്ചേ? കോളേജിലാ. ക്ലാസ്സിൽ കയറുന്നത് എന്നെ പണി വാ. ഫോണിനകത്ത് നിനക്ക് എന്നെ പണി ചാച്ചനാ ദേഷ്യപ്പെടുന്നേ? ഒച്ച ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കുവാ. വെച്ചിട്ട് പോകാം. ഓടെ ചാച്ച, നിനക്ക് ഭ്രാന്ത് പിടിച്ചതിന് മുടി എല്ലാം കൊഴിഞ്ഞ് നിന്നെ ആശുപത്രി കൊണ്ടുപോടാ. മറ്റേ കയ്യിൽ മേടിച്ച് കേട്ടോ കൊച്ചേ. മര്യാദയ്ക്ക് വെച്ചു ക്ലാസ്സിൽ പോകാൻ നോക്ക്. പോ വന്നേ. ഇത് നടപടിയാവുകയല്ല. സാരമില്ലേ, വാ പോട്ടെ. ഷോ, ഇയാൻ സാറിനെ എങ്ങനെ കാണാൻ പോകും? എൻ്റെ മമ്മി അപ്പയോടൊന്ന് പറ വരണ്ടാന്ന്. ഇങ്ങനെ കിടക്കുന്നതാണ്ട് അപ്പ എങ്ങനെ വരാതിരിക്കും ഞാനേ? അപ്പയ്ക്ക് സമാധാനം ഉണ്ടാകുമോ? ഇത്രയും നാളും അപ്പയുടെ കൺവെട്ടത്തുണ്ടായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ച അപ്പ എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും? മമ്മി, ഇതൊരു ഫോർമാലിറ്റി മാത്രമല്ലേ. എൻ്റെ കാരണം അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇത് റിമൂവ് ചെയ്ത് 2 സ്റ്റെപ്പ് വെക്കാനൊക്കെ എനിക്ക് ഈസി ആയിട്ട് പറ്റും. എന്തായാലും വിയാനെ ഉടനെ ഡാൻസ് ഒന്നും ചെയ്യണ്ട. ഞാൻ സമ്മതിക്കില്ല. അത് ശരിയാവില്ല മമ്മി, ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇയാനെ പറയുന്നതൊന്ന് കേൾക്കുമോനെ? ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ചോ? ഇച്ചായി പോയിട്ടുണ്ട്. എന്നിട്ട് പോയ ആളെവിടെ? എന്റെ പൊന്നു പെങ്ങളെ, ആ കൗണ്ടറിൽ എന്നാ തിരക്കാടി. ഇച്ചായി ഡോക്ടർ എന്തു പറഞ്ഞു? നടക്കുകയല്ല. ഇന്നും കൂടെ റെസ്റ്റ് ചെയ്ത് വെച്ച് നാളെ ഡിസ്ചാർജ് ചെയ്ത് തരാന്ന് ഡോക്ടർ ഒപ്പ് വെച്ച് കഴിഞ്ഞ്. നീ അവിടെ കിടക്കട ചെയ്യാനേ. എന്റെ ഇച്ചായി, എനിക്ക് ശ്വാസം മുട്ടുവാ. ശ്വാസം മുട്ടുവാന്നാ കുന്തം എടുത്ത് മോന്തലോട്ട് വെയ്യ്. എന്തുവാ ഓക്സിജൻ? ഓ, നമ്മുടെയൊക്കെ തമാശ കേട്ടാ നിനക്ക് ചിരി വരികയില്ല. മമ്മി അത് തമാശയായിരുന്നോ? മമ്മിക്ക് തോന്നിയോ? നിന്റെ മമ്മിക്ക് തോന്നുകയില്ല. ഒരേ വയറ്റിൽ നിന്നേലുവേ 2 ധ്രുവത്തില ഞാനും അവള്. അല്ല, എന്റെ പെങ്കൊച്ചു വിളിച്ചോ? അവള് ദേ ഇപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് വെച്ചതേ ഉള്ളൂ. ഞാൻ വിളിച്ചോളാം. ഞാൻ എന്നാ ഇറങ്ങട്ടെടാ, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. ആ, നീ ചെല്ല്. സാർ ടോട്ടൽ 2215. എല്ലാം വെച്ചിട്ടില്ലയോ? ആ, എല്ലാം വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യണോ സാർ? അതിനെ നിങ്ങൾക്ക് ഉറപ്പില്ലേ? അതല്ല. സാരമില്ല, ശരി. ഇവനിക്ക് എന്നാ തൊലിക്കാനുള്ള കണ്ണും വെച്ചോണ്ട് നടക്കുന്നേ ഉണ്ട്. സോറി മോനെ, അറിയാതെ. സാരമില്ല, കണിയാതെ. ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്ക്. ശ്രദ്ധിച്ചു തന്നെയാണ് വണ്ടി എടുത്തത്. ഓ, അത് ഞാൻ കണ്ടേ. ചേടാ, ഈ ചെക്കൻ ശരവണ. ആ, ശിവേട്ടാ. ഹലോ അങ്കിൾ. ഡ്രൈവർമാരെ വെക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളവരെ വെക്കുക. എൻ്റെ പൊന്നടാ പോവേ, ശ്വാസം വിടടാ പോവേ, നിക്കറ് കീറും. അവന്റെ ഒരു അഹങ്കാരം. ശരവണ, എന്നെ പണിതീർക്ക്. അല്ല ശിവേട്ടാ, അവൻ എന്താ നിസ്സാര കാര്യം. കൃഷ്ണ, വീട് മുഴുവൻ കണ്ടു തീർത്തപ്പോഴേക്കും എന്റെ കാല് വേദനിക്കണോ, കുഴഞ്ഞിരിക്കണോ. ഇത് ശരിക്കുള്ള വീടല്ലയോന്നല്ലേ പറഞ്ഞിരുന്നേ? അപ്പൊ ശരിക്കുള്ള വീട് എന്ത് വലുതായിരിക്കും. നല്ല പണക്കാരാ. എന്തോരം നേരമായില്ലേ പോയിട്ട്. നീ വരാണ്ടിരിക്കുവോ? ആ ചേച്ചിക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ എന്നെ ആ ചേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് പോവാൻ?
അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം പറയുന്നുണ്ട്. ഹേ കൃഷ്ണ, ഇങ്ങനെ നിർത്താണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തോന്നും. ആദ്യമൊക്കെ പേടിയായിരുന്നു കാണുന്നത്, പിന്നെ ഇപ്പൊ അറിയില്ല. അതില്ല, പരിചയപ്പെട്ടല്ലേ ഉള്ളൂ, കുറെ നാളായിട്ട് അറിയണ പോലെയുണ്ട്. അങ്ങനെ തോന്നിപ്പോവും അതിന്റെ വർത്താനം കേട്ടാ. എല്ലാ വിഷമങ്ങളും മറന്നു പോട്ടോ. അല്ല, ഒന്നും ഓർക്കില്ല, ആ സംസാരം മാത്രം ഇങ്ങനെ കേട്ടിരുന്നു. വന്നുവെന്നുണ്ടല്ലോ ചാച്ചേ, തീറ്റമഞ്ചിൻ്റെ കറിക്കൊന്നും ഒരു രുചിയില്ല. എന്നതിന് ഇത്ര കുഴപ്പം? ചാച്ചയ്ക്ക് പിന്നെ വളിച്ചതും മുളിച്ചതും കിട്ടിയാൽ അങ്ങ് വിഴുങ്ങിക്കോളുമല്ലോ. ഓ, നീ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയാടാ. ആ സാറത്തള്ളയുണ്ടല്ലോ, അവളെനിക്കൊരു ക്ലാപ്പും വെച്ചിട്ടില്ല, അവളെന്നെ ഒരു രോഗിയാക്കുക. ഷോ, പാവം ചാച്ച. നീ എന്നാ ഇച്ചിരി കറി ഇങ്ങോട്ട് ഇട്ടേ. അങ്ങനെ ഇപ്പൊ സുഖിക്കേണ്ട. മധുരം, പഞ്ചസാര, എണ്ണ, എരിവ് എല്ലാം കണക്കാ. അപ്പനോടൊരു സ്നേഹവും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ. അതീ കുറഞ്ഞുള്ള സ്നേഹമൊക്കെ മതി അപ്പനോട്. ഷേ, കൊച്ചു വിളിച്ചായിരുന്നു ചാച്ചേ. ഞാൻ അന്നേരം ബിസിയായിരുന്നു, ദേഷ്യപ്പെട്ടാ വെച്ച്. എന്നത്തിനാണോ വിളിച്ച്? നീ എന്നിട്ട് ചോദിച്ചില്ലയോ? ആ സമയം ചോദിക്കാൻ പറ്റിയ മൂടായിരുന്നു, ഒത്തില്ല. അവളൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്നതാ? എന്നാ ചാച്ചേ? ചെറിയൊരു പ്രശ്നം. ചെറിയ പ്രശ്നമോ? എന്നത്? നീ എൻ്റെ കൊച്ചിനെ അടിക്കാനും പിടിക്കാനും നിന്നേക്കല്ലേ. അപ്പം ചെറിയ പ്രശ്നമല്ല, കാര്യം പറ ചാച്ചേ. ആ, ക്ലാസ്സിൽ ഒരു ചെറിയ വിഷയമാണ്. ഹാ, ഇവക്കിത് തന്നെയാണോ പണി? ആ, നീ ഒന്ന് പറയുന്ന കേക്കേ ബി. ആ ചെറുക്കൻ്റെ പേരെന്നതായിരുന്നു? സാറാ എന്നാണ്ട് പറയുന്നത് കേട്ട്. ആ ചെറുക്കൻ ഏതോ പെൺകൊച്ചിൻ്റെ കയ്യിലെങ്ങാണ്ട് കയറി പിടിച്ച്. ആ കൊച്ചുങ്ങൾ അത് കണ്ടുവച്ച് ക്ലാസ് ടീച്ചറിനെ കൊണ്ട് പരാതി കൊടുത്ത്. ഇച്ചിരി പോന്ന പിള്ളേർ റൗഡികളെ പോലെ ഇറങ്ങിയേക്കുവാ പകരം ചോദിക്കാൻ. അവൻ പറഞ്ഞു ഫേബയുടെ കയ്യിലും കയറി പിടിച്ച്. ഫേബയുടെ കൈ കയറി പിടിച്ചപ്പോ രക്ഷകയായി എത്തിയത് നമ്മളെ പെൺകൊച്ച്. നീ എന്നിട്ട് കേക്കേ നീ. ചാച്ചി എന്നിട്ടെന്നാ അവള് വിടാൻ പറഞ്ഞപ്പോ അവൻ കൊച്ചിന്റെ കയ്യെ കീറി പിടിച്ചേച്ച്. എന്നതാ സാറാ എന്നാണോ പറഞ്ഞല്ലോ, കോട്ടൻ കാണ്ടിയോ മഞ്ഞുമുട്ടായോ? അത് കേട്ട മതി, കേക്കാത്ത മതി. തീരുമാനമായി. അവൻ ആശുപത്രിയിലാണോ? ആന്ന്, സാറായൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതാണ് കാര്യം. വൈകിട്ട് ചെല്ലട്ടെ, അവളുടെ റൗഡ്സ് ഞാൻ നിർത്തുന്നുണ്ട്. നീ ഒന്നും കൂടുതൽ പറയണ്ട, നിന്റെ രണ്ടെണ്ണത്തിന്റെ ഗുണം അവളും കാണിക്കുന്നേ. ആ, എന്നിട്ട് അവൻ നിർത്താൻ വന്നേക്കുന്ന. നീയൊക്കെ കാണിച്ചു വെക്കുന്നതിന് അത്ര ഒന്നുമില്ല. ഓ, അവൻ പോയത് എന്നായടാ? ആ ചെറുക്കരത് സെറ്റാക്കിയെന്ന് തോന്നുന്നു. വിളിച്ചോ? ഓ, എവിടുന്ന്? ആ വലിപ്പച്ചായനെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ. ഉടക്കിയോ ബി? ഓ, ചാച്ചി ഇതെന്നെ വർത്താനാ പറയുന്നേ. എന്നെ സ്നേഹമായിരുന്നറിയോ, എൻ്റെ തോളിലോട്ട് അങ്ങോട്ട് കൈ ഇട്ടേച്ചാ എൻ്റെ ബിയെ കൊള്ളാവാന്നടാന്ന് പറഞ്ഞൊരു തട്ടങ്ങ് തട്ടിയത്. ആ സ്നേഹപ്രകടനത്തിന്റെ ബാക്കി ഞായറാഴ്ച പള്ളി വെച്ചായിരിക്കും. ഹാ, സിട്ടുകള ചാച്ചേ. എന്നായാലും കൊച്ചത് തിരിച്ചു പിടിച്ചല്ലോ. അവൻ പിടിക്കുന്നതിന്റെ മാർഗമൊക്കെ എനിക്കറിയാം. എന്നാൽ ഇവൻ ഇതെന്നാ കുടുംബത്ത് കയറാത്തെന്നാ. ട്രീസ ആന്നേലും കോഴിക്കോടാ. അവര് തമ്മിൽ കണ്ടിട്ടേ ഇല്ലെന്നാ ട്രീസ പറഞ്ഞേ. അപ്പൊ ഇവനിത് എവിടാ? ഫാം ഹൗസിലോട്ടല്ലയോ പോയേ? അതെന്നതിനാ ചേച്ചി എവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ആ, രാധിക വന്നോ? ആ, വന്ന്. ഞാനൊന്ന് നോക്കട്ടെ അവൻ എന്നാ അവിടെ പണിയുന്നു. മീറ്റിങ്ങും കഴിഞ്ഞേച്ചിങ്ങ് നേരെ പോരാനുള്ളതിന്. വന്നല്ലോ, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എനിക്ക് വിശക്കണം കൃഷ്ണ.
എൻ്റെ യേശുവേ മടുത്ത്. ഹലോ സാർ. ഓഫീസിലെത്തിയോ രാധിക? 20 മിനിറ്റ്സ് ആയി. ഓക്കെ. ദെൻ സാർ നമ്മുടെ എക്സ്പെൻസിന്റെ ഫൈനൽ എക്സൽ ഷീറ്റ്സ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഫ്രം ദ ഫസ്റ്റ് വീക്ക് വി നീഡ് എ റിസർവ് ഓഫ് 96 crore. ഫ്രം ദ ഫോർത്ത് വീക്ക് ഓൺവേർഡ് മേ ബി ക്യാഷ് ഫ്ലോ. രാധിക, നമുക്കതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ. പിന്നെ എനിക്ക് മെയിൽ ചെയ്യണ്ട, എവിടെ കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ സാർ എബിൻ സാർ പോയി. ഓ, എങ്കിൽ അശോക് സാറിനെ ഏൽപ്പിച്ചേരാ, അല്ല അച്ഛൻ്റെ കൊടുത്താൽ മതി. ഓക്കെ സാർ, ഓക്കെ. എന്നാവും എൻ്റെ കർത്താവേ, ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. പീറ്ററിനി മിസ്റ്റർ പീറ്റർ ഒപ്പിടുന്നത് ഐ വാസ് റിയലി നെർവസ് ചായ. പോകുന്ന വഴിക്ക് സാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത്രയും കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അതങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? എബിൻ സാറോ ഡാനി സാറോ പോയാലേ അത് ശരിയാകത്തുള്ളൂ എന്ന് എനിക്കും തോന്നിയായിരുന്നു. സത്യം. എന്നിട്ട് ഡാനി സാർ വന്നില്ലേ? ഇല്ല, എന്നെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കിയിട്ട് പോയി. അവിടുന്ന് പിന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോരുമായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എന്താ ചായ? എബിൻ സാറും അടുത്തും തോന്നുന്നു. ഓ, സത്യം പറഞ്ഞാൽ ഇപ്പോഴാ ജീവൻ വീണേ. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. എന്താ പറ്റിയേ? വന്ന് മിണ്ടണമെന്നില്ലല്ലോ. കോട്ടു ഇത് മാത്രമുള്ള വായില് പുലി ഒരു സമാധാനം തരില്ല. എന്നാടി കൊച്ചേ ഞാൻ നോക്കുന്നേ? ഞാൻ വല്ലാതെ ടയേർഡ്. കുറച്ച് റിലാക്സ് ആവണേ. നീ വിചാരിക്കണം നീ ഒരു പെണ്ണല്ലേ, എത്രയാ ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുന്നേ. ഒരു പ്രാവശ്യം, ഒരേ പ്രാവശ്യം ചെയ്യണ്ട. നീ എന്നടി മോണാക്കി കളിക്കുന്നോ? എന്നാ ചെയ്യലെന്നാ? എന്നെ നടി കൊച്ചേ. ഡീ, നിനക്ക് വിശക്കൊന്നില്ലോന്ന് ചോദിച്ചൊന്നും കേട്ടില്ലേ? കഴിക്കണ്ടായോ? എൻ്റെ പെങ്കൊച്ചെ, നിനക്ക് കഴിക്കണ്ടായോടി? നീ എന്നാ ഇരിപ്പയിരിക്കുന്നേ? വാ, എടുക്കണോ? വേണ്ട, ഞാൻ നടന്നോളാം. എന്നെ തൊടണ്ട. ഇപ്പം നമ്മുടെ സഹായമൊന്നും വേണ്ടല്ലോ. എനിക്കും വയ്യ, ഞാൻ കുറച്ച് ടയേർഡ് അടി കൊച്ചേ. നീ വിചാരിച്ചാൽ അത് കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. എന്നാ നോക്കി പിടിപ്പിക്കുന്നേ? പേരൊന്നുമല്ല, നിന്റെ നാട്ടിലെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞതാ. ഓ എൻ്റെ പൊന്നോ, എൻ്റെ മൈൻഡൊന്ന് മാറാനാ. ഇന്നലെ പറഞ്ഞില്ലയോ കിട്ടുവിൻ്റെ എങ്കിങ്ങിനിയുടെ ഒക്കെ കാര്യം? അതുപോലത്തെ എന്നതേലും. ഓ, വാ കഴിക്കാം. എൻ്റെ കൊച്ചെ, നീ ഒന്ന് വിചാരിച്ചേക്കല്ലേ, നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചെടുക്കട്ടെ എന്ന് ചോദിച്ചേ, അല്ലാതെ എടുക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നടക്കാൻ പറ്റുമെങ്കിൽ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ക്രച്ചസ് വാങ്ങണോ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതാ. നീ ഇപ്പോൾ എന്നതായാലും വലിയ സ്ട്രെയിനൊന്നും കൊടുത്ത് നടക്കുന്നില്ലല്ലോ. അതുമല്ല കാലിന് അങ്ങോട്ട് വലിയ പ്രശ്നമില്ല. എന്നാ ഉണ്ടോ? സോറി. എന്നത്തിന്? അതറിയില്ല, എന്നാലും സോറി. നിനക്ക് എന്നെ പറ്റിയിടി? കൃഷ്ണ, ഓരോന്ന് ആലോചിച്ചിട്ട് വെറുതെ പാവത്തിന് ഞാൻ ഇങ്ങനെ ക്ഷമ ചോദിക്കാൻ പറയാൻ പറ്റൂ? ഒന്നുമില്ല. ആയിക്കോട്ടെ, വിശക്കുന്നില്ലയോ? 2:02 ഞാൻ ഊണങ്ങ് വാങ്ങി, അത് പോരായോ? ഊണാണോ? ഞാനങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ കഴിക്കണോന്ന്.
അതാണ് ഡാനി. ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പട്ടെ? ഈ ഞാൻ ആദ്യം ഒന്ന് ജീവൻ വെക്കട്ടെ, എന്നിട്ട് വിളമ്പ. അത് പിന്നെ ആ ഉമ്മറത്തെ അവര് വന്നിണ്ടായിരുന്നു, കൊട്ടായിരുന്നു. ഉമ്മറത്തോ? കൊട്ടായിരുന്നോ? നീ ആരുടെ കാര്യവാടി വച്ചേ പറയുന്നേ? ആ ഉമ്മറത്ത് കഥകില് അവര് വന്ന് കൊട്ടുണ്ടായിരുന്നു. കുറെ നേരം എടുത്തു, എന്തോ പാത്രമോ മറ്റോ കൊടുത്തില്ല അത്രേ. ഓ രാജുചേട്ടന്റെ കാര്യൊക്കെ. ആ അങ്ങനെ പറ. അതിന് ഉമ്മറോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ അറിയാനടി കൊച്ചെ? അയ്യോ അങ്ങനല്ല, അവര് ഉമ്മറത്താ നിന്നിരുന്നേ. നീ ഉദ്ദേശിച്ചത് തിണ്ണയാണോ? സിറ്റൗട്ട്? അങ്ങനെ ആവില്ലേ പറയണേ, എനിക്കറിയില്ല കേട്ടോ. ആ ലിസ് ചേച്ചിന്റെ ആഴ്ചയാണോ? ഞാനൊന്ന് കഴിച്ചേച്ച് പാത്രം കൊടുത്തേച്ച് വരാം. അയ്യോ വീണ്ടും പോവാണോ? എന്നാ പിന്നെ വൈകിട്ട് പോവാലെയോ? മടിയാ. അപ്പൊ വൈകിട്ട് പോകുമ്പോ ഇരുട്ടുന്നതിന് മുന്നേ പോയിട്ട് വരുമോ? ഇരുട്ടുന്നതിന് മുന്നേ പോയിട്ട് വരാട്ടോ. ഇത് കൊറേ ഉണ്ടല്ലോ കൂട്ടങ്ങള്. ഇതെന്റെ വിത്ത് മീൻ. ഹായ് പുളിയിഞ്ചി, ഇത്ര നാളെ കഴിച്ചിട്ട്. വേണോ? ഇതൊക്കെ അത്രക്ക് ഇഷ്ടമാണോ? അല്ലാണ്ട് കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് വലിയ ഇഷ്ടമായത്. എനിക്കിഷ്ടമായോണ്ട് അമ്മ ഉണ്ടാക്കുകയുണ്ടായിരുന്നില്ല. മാമൻ പറയായിരുന്നു പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കണ പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത്രേ, എൻ്റെ അച്ഛനും. എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കൊതിയാവും. നേരെ പറയാച്ചാ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുള്ളൂ ചോറും കൂട്ടാനൊക്കെ കൂട്ടി അപ്പം തന്നെ വാങ്ങിയിട്ട് വന്നു. ഞങ്ങളുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലെ പോച്ചിയുടെ വേളിയുണ്ട്, സരോജിനി ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ് ഉണ്ടാക്കണതൊക്കെ. പിന്നെ ഈ വേളി മീൻസ് കെട്ടിയോളാണോ? പിന്നെ പിന്നൊന്നുമില്ല. എനിക്കെപ്പോഴാണ് ഉണ്ടാക്കി തരുന്നേ? അല്ല, ഇത്രയും രുചിയുള്ള സാധനം നീ ഒറ്റയ്ക്ക് അങ്ങ് തിന്നില്ലയോ? എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും നീ തന്നില്ലല്ലോ. അയ്യോ സോറി, എൻ്റെ കൈയൊക്കെ കുറഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരാട്ടോ. കൊതിയായിട്ടാ, കുറേ ആയില്ലേ കഴിച്ചിട്ടൊക്കെ. മതി, കഴിക്ക്. ആ പപ്പടവും പുളിയിഞ്ചിയൊക്കെ കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്ക്. ഇങ്ങനെ നോക്കണേ. അല്ലടി കൊച്ചേ, ഞാൻ ആലോചിക്കുമായിരുന്നേ, നീ ഇത്രയൊക്കെ അങ്ങ് സംസാരിക്കുമായിരുന്നോ? ഒരു പുളിയിഞ്ചി കിട്ടിയപ്പോ മൂട് മാറിയൊരു മാറ്റമേ. എനിക്ക് വൈകിട്ടൊന്ന് കുളിക്കണമായിരുന്നു. ഓ അത് വേണ്ട, നാളെ കുളിച്ചാൽ മതി. കൈയും അനക്കാൻ മേല, കാലും അനക്കാൻ മേല, അതിൻ്റെ ഇടയ്ക്ക് അവൾ കുളിക്കാൻ പോന്നെ. മരുന്നൊക്കെ വെച്ചേക്കൂല്ലേ കൊച്ചേ? കുളിക്കാണ്ട് എങ്ങനെയാ കൃഷ്ണ, ഇത്ര ദിവസമായി പറ്റണില്ല. പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്നാ? നീ ചോദിക്കുക. നീ വണ്ടി ഇടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുവരെ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ കാണുന്നില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയാ, ആകെയുള്ളതാ. അവസാനമായിട്ട് മാമ തന്നിട്ട് പോയത് അതായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് കണ്ടിട്ടേ ഇല്ല. എനിക്കറിയാൻ മേല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ വേറെ ഏതെങ്കിലും പറയാനുണ്ടോ? ഞാൻ കൊച്ചു പറയണ്ടോ? അതൊന്നുമേ നമ്മൾ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കേണ്ട കേസല്ല. കൊച്ചിന് തോന്നുവാണേ പറ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. എനിക്കിപ്പോൾ വിശ്വാസക്കുറവൊന്നുമില്ല. ഉള്ളതാണോ? വിശ്വാസം. പിന്നെ മാറ്റി പറഞ്ഞേക്കില്ലേ, നിനക്ക് എന്നെ വിശ്വസിക്കാം. എന്നെ പ്രശ്നമാണെങ്കിലും ഞാനത് പരിഹരിച്ചും തരാം, പോരെ? എന്നോടൊന്ന് സൗമ്യമായിട്ട് സംസാരിക്കുമോ? ഇതിനിങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ
സോറി അടി കൊച്ചേ, ഞാനിപ്പോൾ എന്നാ പറയുന്നേ, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഇതൊക്കെയാണോ? ശരി, ഞാൻ സൗമ്യമായിട്ട് സംസാരിക്കാം. നീ പറയ, നിനക്ക് എന്നാന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയാം. പറയടി വെച്ചേ, അത് കേൾക്കാനല്ലോ ഇത്രയും ദിവസം ഞാൻ കാതോർത്തിരുന്നേ. ഇന്നലെയല്ലേ ഞാൻ വന്നേ? എൻ്റെ പൊന്നോ, അതാ ഫ്ലോയ്ക്ക് അങ്ങ് വന്നു പോയതാ. എന്നതാ തുറന്നു പറയാൻ തീരുമാനിച്ചേ? ശരിക്കും നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഡോക്ടേഴ്സിനോട് സംസാരിച്ചോ? ഇല്ല, ഞാൻ ഓഫീസിലോട്ടാ പോകുന്നേ. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ചെയ്യാ, അവൻ ആരുടെ കൂടെ താമസിച്ചാലും എന്നാ ചെയ്താലും അഴിഞ്ഞു പോകാൻ പറ്റാത്ത തരത്തിലൊരു കുരുക്ക് അവൻ്റെ മേലുണ്ട്. അവിടെ എൻ്റെ സ്മാർട്ട്നെസ്. യു നോ വാട്ട്, എന്നെക്കാൾ എൻ്റെ ഫാമിലിയേക്കാൾ ഫിനാൻഷ്യലി ഒരുപാട് വലുതാണ് ഡാനിയുടെ ഫാമിലി. എനിക്ക് അവൻ്റെ ഫാമിലിയോ ക്യാഷോ ഒന്നും വേണ്ട. എനിക്ക് അവനെ മതി, അവനെ മാത്രം. അവന് വേണ്ടത് അവൻ്റെ ഫാമിലി. ആ ഫാമിലിയാ എൻ്റെ തുറുപ്പ് ചീട്ട്. അവനൊരിക്കലും അതിൽ നിന്ന് അഴിഞ്ഞു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത് അവൻ എൻ്റെയാണെന്ന്. പിന്നെ ആ പെണ്ണിനെ അവിടെ കൊണ്ടു നിർത്തിയതിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ലാത്തത് ഞാൻ അവളെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. മേലിഞ്ഞുണങ്ങി ഒരു ഗ്രാമവാസി പെണ്ണ് പോരാത്തതിന് കെട്ടിയത്. ഡാനിയെ സംബന്ധിച്ച് അവൾ ചോറിൽ കടിക്കുന്ന കല്ല് പോലെയാണ്. എനിക്ക് വേണ്ടി അങ്ങ് സഹിക്കുന്നതാ. പിന്നെ കുറച്ച് കൂടുതൽ സെന്റിമെന്റ്സ് ഒക്കെ അവനുണ്ട്, അത് മാറ്റാൻ എനിക്കറിയാം. ഇതൊക്കെ പറയുന്ന നീ പിന്നെന്തിനാ പോകാൻ റെഡി ആവുന്നതെന്നും കൂടെ ഒന്ന് മറുപടി തരാമോ? അതോ, അതിൻ്റെ കാരണം നീ തന്നെയാ. മര്യാദയ്ക്കിരുന്ന് എൻ്റെ മനസ്സിൽ വിഷം കുത്തി വെച്ച് എന്നായാലും ഞാൻ പോകാൻ തീരുമാനിച്ച്.